പേരൂർക്കടയിൽ ദളിത് യുവതിക്ക് പോലീസിന്റെ മാനസിക പീഡനം ഏറ്റ സംഭവത്തിൽ SD പ്രസാദ് എന്ന SIയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, നേരത്തെ തന്നെ CPM ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞതാണ്, മന്ത്രി OR കേളു ഉൾപ്പെടെ പറഞ്ഞതാണ്, പരിശോധിച്ച് ഉചിതമായ നടപടി സംസ്ഥാന സർക്കാർ കൈക്കൊള്ളും. എന്താണ് ഇപ്പോഴത്തെ ഈ നടപടിയിലേക്ക് നയിച്ച സാഹചര്യം, മറ്റു വിവരങ്ങൾ? ഏതായാലും നിലവിലിപ്പോൾ പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ മാനസികമായി പീഡിപ്പിച്ചതിന്, ദളിത് യുവതിയെ മാനസികമായി പീഡിപ്പിച്ചു എന്നുള്ളതിന്റെ ആ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്തിരിക്കുന്നത്. പേരൂർക്കട SIയെ ആണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ മോഷണക്കുറ്റം ആരോപിച്ചുകൊണ്ടാണ് ആരോപിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ദളിത് യുവതിയെ രാത്രി മുഴുവൻ സ്റ്റേഷനിൽ നിർത്തി എന്നുള്ളതായിരുന്നു ഇതിൽ വലിയ ആക്ഷേപത്തിന് ഇടയാക്കിയ സംഭവം. ഏതായാലും പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് യുവതിക്ക് ഇത്തരത്തിലൊരു ക്രൂരമായ മാനസിക പീഡനം നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ് അവരുടെ പരാതിയിൽ പറയുന്നത്. മെയ് 13-ാം തീയതി വൈകുന്നേരം 3 മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പനവൂർ സ്വദേശിയായിട്ടുള്ള ദളിത് യുവതിയെയാണ് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നീണ്ട ചോദ്യം ചെയ്യലിനും മാനസിക പീഡനത്തിനും ശേഷവും ഈ പറയുന്ന ദളിത് യുവതിയെ വിട്ടയക്കുന്നത് തൊട്ടടുത്ത ദിവസം ഉച്ചയ്ക്ക് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ കടുത്ത മാനസിക പീഡനമാണ് നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ് ഇവരുടെ പരാതിയിൽ പറയുന്നത്. ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രാഥമികമായി ഈ വിഷയത്തിൽ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. പേരൂർക്കട SIയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഷീജ, ഈ യുവതി പോലീസിനെതിരെ, പ്രത്യേകിച്ചും SIക്കെതിരെ പരാതി നൽകിയിരുന്നു. നിലവിൽ ഇവരെ മാനസികമായി പീഡിപ്പിച്ചു എന്ന് കാട്ടി പരാതി നൽകിയിരുന്നു. ആ പരാതി അടക്കം പരിശോധിച്ച് തന്നെയാണ് ഇതിൽ ആദ്യഘട്ട നടപടിയിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു മാല മോഷ്ടിച്ചു എന്ന് ആരോപിച്ചാണല്ലോ ഈ യുവതിയെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി 1 ദിവസത്തോളം സ്റ്റേഷനിൽ വെക്കുകയും ചെയ്തത്. ആ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അന്വേഷണ പുരോഗതി ഉണ്ടോ? പോലീസ് എന്താണ് പറയുന്നത്? അതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഏതായാലും അന്വേഷണം നടന്നു വരികയാണ് എന്നുള്ള കാര്യമാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ പക്ഷേ ഇവരുടെ പരാതി പരിശോധിച്ച് ആ പരാതിയിലുള്ള നടപടി അടിയന്തരമായി തന്നെ എടുക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇതിൽ അടിയന്തര നടപടിയിലേക്ക് പോലീസ് അതിന്റെ ഒരു അടിയന്തര സ്വഭാവം കണക്കിലെടുത്തുകൊണ്ട് നിലവിൽ ഇപ്പോൾ ഇതിൽ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഏതായാലും ഇതിന്റെ ഒരു അടിസ്ഥാനമായ ഈ മാലമോഷണവുമായി ബന്ധപ്പെട്ടുള്ള കേസ്, അത് ആ രീതിയിൽ തന്നെ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത്. ഷീജ, ഏതായാലും നേരത്തെ തന്നെ മന്ത്രി OR കേളു അടക്കം പറഞ്ഞിരുന്നത് ഉചിതമായ നടപടി ഉണ്ടാകും. മാത്രമല്ല, ഈ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ച വകുപ്പ് തല അന്വേഷണം കൂടി നടക്കുകയെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ആദ്യപടിയായി തന്നെ ഈ പരാതി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സസ്പെൻഷനിലേക്ക് കടന്നിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടോ? നിലവിൽ ഏതായാലും പോലീസ് ഇത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ വിശദീകരിക്കുന്നില്ല. പക്ഷേ ഇതിൽ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രി തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലും അവർക്കെതിരെ, അതായത് പോലീസിന്റെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലും അവരെ സംരക്ഷിക്കുന്ന നിലപാടുണ്ടാകില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവരുടെ പരാതിയെ ഗൗരവത്തോടെ കണ്ടിരിക്കുന്നതും ആ പരാതിയിന്മേൽ അടിയന്തര നടപടി ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നതും. ശരി, ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പേരൂർക്കടയിൽ ദളിത് യുവതിയെ പോലീസ് മാനസികമായി പീഡിപ്പിച്ചു എന്ന സംഭവത്തിൽ SI പ്രസാദിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. വകുപ്പ് തല അന്വേഷണം നടക്കുന്നു എന്നാണ് മന്ത്രി OR കേളു നേരത്തെ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്.